ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ. 2-3 ദിവസമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല വെയിലായിരുന്നു. ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴ പെയ്തു. ഇത് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. വേണ്ട മഴ വേണ്ടേ? വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇന്ന് കായെടുക്കാനായിട്ട് ഞായറാഴ്ച ആണെന്ന് പറഞ്ഞാൽ ഇന്ന് കായെടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ പണിക്കാർ. അവരെടുക്കാൻ പോയി. മഴ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയാണ്. അതിനാണ് ഞങ്ങൾക്ക് കാപ്പിയില്ല, നീ മാത്രമേ കാപ്പി കുടിക്കുന്നുള്ളോ? നിങ്ങൾ നേരത്തെ കുടിച്ചത്. അത് കൊള്ളാലോ. ഞാൻ ഇപ്പൊ എണീച്ചോണ്ടിരിക്കും. അപ്പോൾ എന്നാ ഇന്ന് തന്നെ പ്രോഗ്രാം? പ്രോഗ്രാം ഒന്നും ഇല്ലല്ലേ? നോക്കട്ടെ, ഇവിടെ മഴയല്ലേ. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ചുമ്മാ ഒന്ന് തമിഴ്നാടിനൊന്ന് പോയി നോക്കാം. ഇവിടെ മഴയത്തിരിക്കുന്നതായിരിക്കും നല്ലത്. ആണോ? അവിടെ വെയിലാന്നാ പറഞ്ഞേ. നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. രാവിലെ കപ്പയും മീനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കി തരുവാണെങ്കിൽ എല്ലാവരെയും കൂടെ, മഴയൊക്കെ അല്ലേ ഇവിടെ, മഴയായതുകൊണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോവാം. മഴയില്ലാത്തടത്ത് കൊണ്ടുപോവോ? ഉറപ്പാണോ? ഉറപ്പാ. ഞാൻ ക്ലൈമറ്റ് നോക്കി, അവിടെ മഴയില്ല. എവിടെ? ചെറിയ മേഘമൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും മഴ പെയ്യുകയല്ലെന്നാ പറയുന്നത്. ചതുരംഗപ്പാറയോ? ചതുരംഗപ്പാറയൊക്കെ ആര് പോകുന്നു ഈ മഴയത്ത്? ഞാനെങ്ങും ഇല്ല അങ്ങോട്ടൊന്നും. മിക്കവാറും കാറ്റാടിപ്പാടമായിരിക്കും, കമ്പമായിരിക്കും. കമ്പമല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചു നേരം കഴിയാം, എല്ലാം പെട്ടെന്ന് കാപ്പിയൊക്കെ റെഡിയാക്കുവാണെങ്കിൽ. വൈകയ്ക്ക് പോകും, വൈകയ്ക്ക്. മഴയൊക്കെ കാണും. ജലദോഷമുള്ള ആൾക്കാരെ ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. അതെ, രോഗികളെല്ലാം റെസ്റ്റ് എടുത്തോ. കുഞ്ഞി അച്ഛമ്മച്ചിയും വീട്ടിലിരിക്കുക. നിനക്ക് ഭയങ്കര അസുഖമാണെന്ന് അച്ഛമ്മച്ചി പറഞ്ഞേ. വെളി നല്ല അടിപൊളി മഴയും കാലാവസ്ഥയൊക്കെയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് കാപ്പി കുടിച്ചിട്ട് പോയേക്കാം അല്ലേ? കപ്പയും കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ, എന്നാ അതും കൂടെ അങ്ങ് കറി വെക്കാം. രാവിലെ കപ്പയും ചിക്കനും ആക്കാം. എന്നാ ആയിക്കോട്ടെ. എന്നാ പിന്നെ നിന്റെ വീതം നീയും പൊളിച്ചോളാം. ചോറൊന്നും വേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു മൂലയ്ക്ക് പമ്മി ഇരിപ്പുണ്ട്, അവന് ഒരു സാധനവും വേണ്ട. നമുക്ക് അവിടെ പോയാൽ നല്ല മാട്ടുകോഴി ബിരിയാണി കിട്ടും പറഞ്ഞേ. അപ്പൊ ചോറ് കൊണ്ടുപോണ്ടേ? ചോറ് കൊണ്ടുപോണ്ടേ? അച്ചമ്മച്ചിക്ക് കടയിൽ കയറിയിട്ട് ചോറും കൊടുക്കാം, നമുക്ക് ബിരിയാണി തിന്നാം. അമ്മച്ചി ചോറ് എടുക്കുവാന്നാ പറഞ്ഞത്. ചിക്കൻ കറിയും കൂടെ വെക്കാം. എന്നാ പെട്ടെന്ന് റെഡിയാക്കി. അപ്പോൾ പെട്ടെന്ന് കപ്പയൊക്കെ കൊത്തി എല്ലാം റെഡിയാക്കാം. ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം കേട്ടോ. രാവിലെ നടക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ മടി അല്ലേ? ഇങ്ങോട്ടോ പോയി നോക്കിയിട്ട് വരാം. മഴയാണെന്നും പറഞ്ഞ് പെരയ്ക്കകത്ത് കയറിയിരിക്കുക അല്ലേ? പിന്നെ പനി പിടിച്ച അച്ഛയാ കാരണം. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാനെല്ലാം തോന്നുന്നു. എന്നാ വന്നാലും എൻ്റെ തലയ്ക്കാണല്ലോ. നാളെ സ്കൂളിൽ പോകാൻ വയ്യ, പനിയാ. അതെ, എല്ലാം ശരിയാക്കി തരാം കേട്ടോ. മഴയത്ത് നടക്കാൻ പോയതാ, ലീവ് ലെറ്റർ അങ്ങനെ എഴുതാം. ആയത് അച്ഛൻ മഴയത്ത് പറഞ്ഞത് സാധു കേൾക്കാനാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. എവിടം വരെ പോണോ കുഞ്ഞി? ഇവിടം വരെ പോവാം. അത് പറ്റത്തില്ല. ഈ താഴെ കിടക്കുന്ന ഈ വണ്ടിയുടെ ടയർ ഇറങ്ങിയ ഇവിടം വരെ. അത് കൊള്ളാലോ. മഴ പെയ്തപ്പോഴത്തേക്കിനുമേ മൊത്തം പുല്ല് കയറി. പിന്നെ ഇവരെല്ലാ ആഴ്ചയിലും പുല്ലടിക്കുമെന്ന് തോന്നുന്നു. എല്ലാ ആഴ്ചയിലും അല്ല, ഒരു മാസത്തിലും മൊത്തം ക്ലിയർ ചെയ്യുന്നതാണ്. പക്ഷെ മഴ ആകുമ്പോഴത്തേക്കിനും വീണ്ടും പെട്ടെന്ന് പുല്ല് കയറി നിറയും. ഇത് വേരോടെ പോകുന്നില്ലല്ലോ. മഴ പെയ്തുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. എങ്ങനെയുണ്ട്? മഴയും പിടിച്ച് റോഡിൽ വന്ന് നിന്നിട്ട് നല്ല രസമല്ലേ? അതാണ്. അമ്പലത്തിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മള് അവിടം വരെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാ. ഞാൻ അവിടെ ചെന്ന് അവരെന്നേലും ഒക്കെ ആയോന്ന് നോക്കാം. മഴ തീർന്നു കഴിഞ്ഞിട്ട് ഈ മഞ്ഞ ആയോണ്ടാന്ന് തോന്നുന്നു പുല്ലേലെല്ലാം ഇങ്ങനെ ഈ മഞ്ഞ് പിടിച്ചിരിക്കും, ഇങ്ങനെ വെള്ളം പോലെ. ഇതാ കേട്ടോ കൊങ്ങിണി. ഇതിന്റെ ഇല പറിച്ചിട്ട് ഈ മുറിയുമ്പോഴൊക്കെ ഇങ്ങനെ ഞെരടിയിട്ട് ഇങ്ങനെ തേക്കും, അതിന്റെ നീര്. അപ്പൊ പെട്ടെന്ന് മുറിവൊക്കെ ഉണങ്ങുമെന്നാ പറയുന്നത്. ആഴത്തെ മഞ്ഞ് മാറിയെങ്കിലും ഇതേ ആകാശത്തോട്ട് കണ്ടോ, ആകാശത്തോട്ട് മഞ്ഞ. ആയോ അമ്മ ചിക്കൻ കറിയൊക്കെ? ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ വെന്തോണ്ടിരിക്കുന്നു. അവിടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ വെന്തോണ്ടിരിക്കുന്നു. കപ്പയ്ക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ. ഇതെന്നതാ? നെല്ലിക്കാച്ചാറ്. നെല്ലിക്കാച്ചാറ് ഇന്നലെ ഇട്ട് വെച്ചതായിരുന്നു.
അതെല്ലാം ടിന്നിനകത്ത് കോരി വെക്കുക. അമ്മേ കപ്പയൊക്കെ പുകയൊക്കെ വരുന്നുണ്ടല്ലോ. വെന്തോ? പുകയല്ല, കപ്പ തിളച്ചത് കൊണ്ട്. ആ? വെന്തോ? ഇപ്പൊ പെട്ടെന്ന് വരുന്ന കപ്പയാന്ന് തോന്നുന്നു. കപ്പയും ചിക്കൻ കറി. ഇതെന്നാ ഈ മുളക് അടിച്ചു അത് വെച്ചേക്കുന്നത്? ഞാൻ ചമ്മന്തി അരക്കാനായിട്ട് മുളക് വറക്കാൻ എടുത്തു വെച്ചത്. ഇതില് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ അമ്മേ? അറിയത്തില്ല, 2 ദിവസത്തേന് മഴയാണെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 2 ദിവസത്തേക്ക് മഴയോ? ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം പറയും, അത് ചിലപ്പം നീണ്ടു പോകും. അയ്യോ അതൊന്നും വേണ്ട 2 ദിവസത്തേന്. അറിയത്തില്ലല്ലോ. ഇതതിൻ്റെ അകത്ത് ഇടാനാണോ ചിക്കനില്? ചിക്കനിൽ ഇടാനുള്ള മല്ലിയില. പുളിയോ? പുളി ഞാൻ ചമ്മന്തി ആ അരക്കാനായിട്ട് എടുത്ത്. പുളി വൈനാണോ? നീ ഓർത്തോടാ പുളി ചിക്കൻ കറിക്കകത്ത് ഇടാനാണ്? ആ ഞാനങ്ങനെ ഓർത്തോണ്ടിരുന്നു. ചിക്കൻ കറിക്ക് ആരെങ്കിലും പുളി ചേർക്കുമോ? ആ അറിയത്തില്ല. തക്കാളി പുളി ചേർക്കുന്നവര് കാണും. ആ എന്നാ അമ്മ ഈ പാത്രം ഇങ്ങനെ ആയിപ്പോയേ? പറയുവല്ല. ഞാൻ പറയാം. വേണ്ട, അവയളെ അത് ചൂടുവെള്ളത്തിൽ കഴുകിയതാ. ഇച്ചിരി ചൂട് കൂടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ചോറിന്റെ പക്ഷവും ബിരിയാണിയുടെ പക്ഷവും നിന്ന ആൾക്കാർ ഒരു ഒത്തുതീർപ്പിലായിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് ചോറും രാത്രിയിലത്തേക്ക് ബിരിയാണിയും ആക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. തീരുമാനത്തിൽ എപ്പം വേണമെങ്കിലും മാറ്റം സംഭവിക്കാമല്ലോ. അത് അടുക്കള കമ്മിറ്റിക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. ചിക്കൻ കറി റെഡിയായി കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു, മല്ലിയിലയും കരിയാപ്പില എല്ലാം കൂടി ഇട്ട് ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുഞ്ഞി കപ്പയും വെന്നിട്ടുണ്ട്. എല്ലാരെയും വിളിച്ചോണ്ട് വാ, കാപ്പി കുടിക്കാം. കുടിച്ചേക്കാം. ഇല പൊടി കെട്ടാനുള്ള ഇല വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ചേട്ടാച്ചൻ. അതെ, ഞാനെന്നാ കുറ്റിക്കകത്ത് ചോറെടുക്കാന്നും കൊണ്ടാണല്ലോ ഇരുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട്. ആ. ഉച്ചക്ക് ഇതാണെങ്കിൽ വൈകിട്ട് ബിരിയാണി. അത് ശരി. അതാണ്. എനിക്ക് ചോറ് മതി. അച്ചമ്പച്ചിക്ക് ചോറ്, എനിക്ക് നല്ല ചൂട് കഞ്ഞി മതി വൈകിട്ട്. എനിക്ക് ബിരിയാണി മതി. ആലോചിക്കാം. കപ്പയിടത്തെ ഇന്ന് പുതിയ വിളമ്പുകാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങള് അടുക്കള അസോസിയേഷനിലുള്ളതല്ല. പിന്നെ നിങ്ങൾ ഏത് യൂണിയനിലുള്ള ആൾക്കാരാ? ഞങ്ങള് വെറുതെ ഇരിക്കുന്ന അതെ. അതെ അതെ, വെറുതെ ഇരിപ്പ് യൂണിയൻകാരാ നിങ്ങൾ, ഞങ്ങൾക്കറിയാം. അല്ല വെച്ചേ വെക്കാൻ നമ്മൾ 2 യൂണിയൻകാരും വിളമ്പാൻ അവർ 2 യൂണിയൻകാരും. നല്ല കപ്പയായിരുന്നു അല്ലേ? സൂപ്പർ കപ്പയായിരുന്നു. പശ വെച്ചുണ്ടാക്കി. പശയല്ലടാ, നല്ല കപ്പയായിരുന്നു. ചൂട് കപ്പ. ഇങ്ങോട്ട് നീക്കിയിട്. മതിയോ? ഇനി ഇതെങ്ങനെ വിളമ്പണ്ടേ? അങ്ങോട്ടാ നമ്മളെല്ലാരും കൂടെ തിന്നാനാണ്. എല്ലാവർക്കും കൂടി ഇരിക്കാം. മതിയായിരിക്കും ഇവിടെ. കപ്പ അധികം കഴിക്കാൻ സാധ്യതയില്ല. അതെ. ഇന്ന് വേറെ ഒന്നുമില്ല, കപ്പ മാത്രമേ ഉള്ളൂ കേട്ടോ. ചോറില്ലേ? ചോറുണ്ട്, കപ്പയും ചോറും ഉള്ളൂ. ഇഡലി ദോശ അപ്പം ഒന്നുമില്ല. അത് വേണ്ട. കപ്പ നല്ല അടിപൊളി കപ്പയാണ്. ഒത്തിരി നാളുകൂടിയാണ് നമുക്ക് ഇത്ര നല്ല കപ്പ കിട്ടുന്നത്. ഞാൻ ആ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അത്ര നല്ല കപ്പയാണ് നോക്കത്തില്ല. നല്ല സൂപ്പർ കപ്പ. ചിക്കൻ കൊള്ളാം. അല്ലേ? രാവിലത്തെ അത് പിന്നെ കൊള്ളയെന്ന് പറയല്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി. അപ്പൊ എന്നാ കഴിച്ചിട്ട് നമുക്ക് പൊതിച്ചോറൊക്കെ കെട്ടി റെഡിയാകാം. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.